ഇവിടെ പോയാലും വിളിക്കുന്ന ഒരു ചങ്ക് നിങ്ങൾക്കുണ്ട്, അതേപോലത്തെ ഒരു ചങ്ക് എനിക്കുണ്ട് കേട്ടോ. സംഭവം രാവിലെ വന്ന് എന്തിനാണ് വീടിൻ്റെ മുമ്പ് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കണമെന്ന് വെച്ചാൽ വേറൊന്നിനുമില്ല. അവൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൂട്ടിന് പോകാനായിട്ട് വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ വണ്ടിയുടെ ബാക്ക് കയറി നമ്മൾ നേരെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കേണ്ട. പിന്നെ വെഞ്ഞാറോട് ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ട് പിന്നെ നമ്മൾ എവിടെ ഈ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മളെ വെഞ്ഞാറമൂടുള്ള വയ്യേറ്റാണ് കേട്ടോ. വയ്യേറ്റുള്ള സ്ഥലത്താണ് നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നത്. അങ്ങനെ വണ്ടിയെ കൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ അവർ ടെസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരി മനുഷ്യൻ നമ്മളെ ടെസ്റ്റിന്റെ റിസൾട്ട് നമ്മളെ കയ്യിലോട്ട് വന്നിട്ട് അങ്ങനെ അത് സാഹചര്യമായിട്ട് നമ്മൾ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. അങ്ങനെ പേപ്പർ മാച്ച് നമ്മൾ വണ്ടിക്കകത്ത് വെച്ചിട്ട് നമ്മൾ നേരെ ഇനി അങ്ങോട്ടാണ് പോയെന്ന് വെച്ചാൽ നമ്മൾ നേരെ ATM-ലോട്ടാണ് കേട്ടോ പോയത്. വേറെ ഒന്നുമില്ല, എൻ്റെ കൂടെ വന്നവന് മുടി വെട്ടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുടി വെട്ടാനുള്ള പൈസ എടുക്കാനായിട്ട് നമ്മൾ ATM-ലോട്ട് അങ്ങോട്ട് കയറി കേട്ടോ. അങ്ങനെ ATM നമ്മൾ പൈസയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സംബന്ധിച്ച് എല്ലാ പയ്യന്മാരെയും മുടി വെട്ടാനായിട്ട് പോകണം ഒരു ദിവസം വരും കേട്ടോ. അത് വേറൊരു ദിവസമല്ലായിരുന്നു, ചൊവ്വാഴ്ച ഒരു ദിവസമായിരിക്കും എല്ലാ പയ്യന്മാരെയും മുടി വെട്ടാനായിട്ട് പോകണം. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ നേരെ ഷോപ്പിലോട്ട് പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഷോപ്പ് അവധിയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണല്ലോ. അങ്ങനെ ഡിപ്രഷൻ ചെന്ന് അവനെയും കൊണ്ട് ഞാൻ വേറൊരു ഷോപ്പിലോട്ട് കൊണ്ടാക്കി കൊടുത്തട്ടാ മുടി വെട്ടാനായിട്ട്. അവസാനം മുടിയൊക്കെ വെട്ടി തീർന്നതിന് ശേഷം എൻ്റെ അടുത്ത് വെച്ച് മുടിയൊക്കെ വെട്ടിയെ കൊള്ളാമെന്ന് വെച്ച് ഞാനും പറഞ്ഞ് സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെയും കൊണ്ട് ഇനി അടുത്ത നമ്മൾ എങ്ങോട്ടാണ് പോയെന്ന് വെച്ചാൽ വേറെ എവിടെയില്ല, വെളിയിലാണെങ്കിൽ നല്ല വെയിലെന്ന് വെച്ചാൽ വെളിയിൽ തല കാണിക്കാനേ പറ്റാത്ത വെയിലിട്ട്. അങ്ങനെ അവസാനം ഒരു നാരങ്ങവെള്ളം കുടിക്കാനായിട്ട് നമ്മൾ രണ്ടുപേരും കൊണ്ട് ഒരു ഷോപ്പിലോട്ട് കൊണ്ട് വന്നിട്ടാണ്. അങ്ങനെ അവസാനം നമ്മൾ നാരങ്ങവെള്ളം കുടിച്ച് ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നേരെ കടയ്ക്കൊരു ബൈ ബൈയും പറഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.